എൻ്റെ മോനെ സന്തോഷ്, അവൻ ഈ ക്രിയേറ്റീവ് ചെറുപ്പം മുതലേ അവനൊരു ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് വളർന്ന് എന്ത് ചെയ്തു, ആ ക്രിയേറ്റിവിറ്റി പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളർന്ന് ഇന്ന് ആഗോളതലത്തിലുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറാൻ കഴിഞ്ഞത്. നമസ്കാരം, ഫ്രഷ് വീൽസിൻ്റെ ഫാമിലി മാറ്റേഴ്സ് എന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജോർജ് കുളങ്ങര സാറാണ്. സാറ് ലൈഫ് സ്കിൽസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്നു. അപ്പോൾ ഇന്ന് സാറേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്രിയേറ്റീവ് തിങ്കിങ്. ജീവിതത്തിൽ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ആവശ്യകത എന്താണ് എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സാർ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നമസ്കാരം. അതായത് ക്രിയേറ്റീവ് തിങ്കിങ് ഇപ്പം നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം, ക്രിയേറ്റീവായിരിക്കണം, സൃഷ്ടിപരമായിരിക്കണം. അപ്പോൾ സൃഷ്ടിപരമായ ഒരു ചിന്തയും സൃഷ്ടിപരമായ പ്രവർത്തനവും ആണ് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വിജയിപ്പിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടിപരം എന്ന് പറയുമ്പോൾ നശീകരണം ആകരുത്. പക്ഷേ പല സൃഷ്ടികളും നശീകരണം ആയിപ്പോയെന്ന് വരും. ഇതെല്ലാം കൂടെ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്, ഒന്നിച്ച് കിടക്കുകയാണ്. പക്ഷേ അതിനെ നമ്മൾ ആദ്യത്തെ പറഞ്ഞ പോയിന്റിൽ ക്രിട്ടിക്കൽ തിങ്കിങ് കൂടി ഇതിനെ വിവേചിച്ചെടുക്കാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപിതമായിട്ടുള്ള ഒരു സംഭവമാണിത്, ഈ ക്രിയേറ്റീവ് തിങ്കിങ്. സൃഷ്ടിപരമായുള്ള ചിന്തയാണ്. പലരും എന്ത് ചെയ്യുന്നു, വിനാശം ആരെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരുടെ കുഴി ചെന്ന് ചാടിക്കോളും. അതേസമയം സമൂഹത്തിൽ കൂടുതൽ നന്മകൾ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം, വ്യക്തികൾ, അവരെന്ത് ചെയ്യുന്നു, അവർ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കും ജീവിതത്തിൻ്റെ അന്ത്യം വരെ. അപ്പോൾ ആ ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നു. ഇപ്പോൾ ഉദാഹരണം ബാഹുബലി ബെസ്റ്റ് എക്സാമ്പിൾ അല്ലേ. അത് വളരെ ക്രിയേറ്റീവ് തിങ്കിങ്ങാണ്. അതുപോലെ എത്രയെത്ര സിനിമകൾ, ലോകോത്തര കലാകാരന്മാർ, വത്തിക്കാനിലെ ശില്പങ്ങൾ, ഇതെല്ലാം റിസൾട്ട് ഓഫ് മൈക്കിളാഞ്ചലോ, ഇങ്ങനെ എത്രയോ ഉദാത്തമായ സൃഷ്ടികൾ. അടൂര് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ വേറൊരു ഉസ്താദാണ്. അങ്ങനെ എത്രയോ ആളുകൾ. ഇതൊന്നും വേണ്ട, ഇത്ര മഹത്തായ ലോകോത്തരമായിട്ടുള്ള ശില്പികളെ കാര്യങ്ങളെ വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്രിയേറ്റീവ് തിങ്കർ എന്ന് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അമ്മമാരാണ്. അമ്മമാരെ കഴിഞ്ഞും ക്രിയേറ്റീവായിട്ടുള്ള ആരാ ഉള്ളത്? അത്രയുള്ളതൊന്നും അപ്പന്മാർക്കില്ല. അമ്മമാരാണ്. മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, അവരെ വളർത്തുന്നു, അതെല്ലാം ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. നല്ല ആഹാരം കൊടുക്കുന്നു, കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നു, അതിനെ സന്തോഷിപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, എന്തെല്ലാം ചെയ്യും, ഇതെല്ലാം ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതൊന്നും വേണ്ട, നല്ല ആഹാരം ഉണ്ടാക്കുന്ന വീട്ടമ്മ, ആ വീട്ടമ്മയുടെ ആ നല്ല ആഹാരം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങാണ്. നല്ല ആഹാരം പാകം ചെയ്യുമ്പോൾ ആ വീട്ടമ്മയ്ക്കുണ്ടാകുന്ന മാനസിക സന്തോഷം. നല്ല കറി വെച്ച് കൊടുക്കുന്നു, പക്ഷേ ആ അമ്മ തിന്നണമെന്നില്ല, മറ്റുള്ളവരെ തീറ്റിക്കുക, വിളമ്പിക്കൊടുക്കുക. അവർ തിന്നുന്നത് ഈ അമ്മ കണ്ട് ആസ്വദിക്കുക. കാരണം എന്താ, ഞാൻ പാകം ചെയ്ത് ആസ്വദിച്ച് കഴിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ അമ്മയുടെ സന്തോഷം എന്ന് പറയുന്നത് എന്തൊരു സന്തോഷമാണ്. മക്കൾ അത്യുന്നത സ്ഥാനങ്ങളിൽ കൂടെ എത്തി നടക്കുമ്പോൾ, മാതാപിതാക്കളെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ എന്തൊരു ആനന്ദമാണ്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ആനന്ദം. ഈ ആനന്ദമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവും ശേഷി ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിയേറ്റീവ് തിങ്കിങ്. ആ ക്രിയേറ്റീവായിട്ടുള്ള ആ ഒരു ചിന്തകൾ ചെറുപ്പം മുതൽ തന്നെ. ഇപ്പോൾ എൻ്റെ മോനെ സന്തോഷ്, അവൻ ഈ ക്രിയേറ്റീവ് ചെറുപ്പം മുതലേ അവനൊരു ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടായിരുന്നു. അവൻ നഴ്സറി പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ ധാരാളം ഈ പട്ടിക കഷ്ണങ്ങൾ, മരക്കഷ്ണങ്ങൾ, തടി അറുത്തതിൻ്റെ എല്ലാം കഷ്ണങ്ങളുണ്ട്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇവനവിടെ പള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുക. അതായത് ഈ പട്ടിക കഷ്ണങ്ങൾ മുറിയെല്ലാം കൂടെ പെറുക്കി വെച്ചൊരു പള്ളി. അത് തൊട്ട് കഴിയുമ്പോൾ ഉരുണ്ടിയാടും, അത് വേറെ കാര്യം. അപ്പം ഞാനിപ്പോഴും ഓർമ്മിക്കുക, അവനെ 7 പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ഫോട്ടോ അവൻ വരച്ചു. ഇറ്റ്സ് എ റിസൾട്ട് ഓഫ് ക്രിയേറ്റീവ്. പിന്നീട് അവന് സ്ക്രിപ്റ്റുകൾ എഴുതാൻ തുടങ്ങി. അതുപോലെ തന്നെ ടെലിഫിലിംസ് സംവിധാനം ചെയ്യാൻ തുടങ്ങി. ആദ്യം മറ്റേ സംവിധായകരെയൊക്കെ കൂട്ടി സംവിധാനം ചെയ്തു. ആ കൂടെ നിന്ന് ഇവൻ പണി പഠിച്ചിട്ട് സ്വയം ടെലിഫിലിംസ് ഇങ്ങനെയുള്ളതെല്ലാം അത് ദൂരദർശനിലും ഒക്കെ സംക്ഷേപണം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി. അവിടെ ഒന്നും ഞാൻ തൊട്ടിട്ടില്ല, അത് അവൻ്റെ ഭാഗത്തു നിന്ന്. പക്ഷേ ഞാനൊരു നേരത്തെ എന്താ പറയുക, ഒരു കലാകാരനായിരുന്നു. എന്ന് വെച്ചാൽ നാടകത്തിൽ ഒക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് നാടകം പലപ്പോഴും റിഹേഴ്സലും വീട്ടിലായിരുന്നു. ആ കൂടെ ഇവരെല്ലാം വന്നിരുന്ന് കാണുമായിരുന്നു. മോളെ എൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പശ്ചാത്തലം നടക്കുമ്പോൾ അവിടെ ഒരു ക്രിയേറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ അതാണ് വളർന്ന് എന്ത് ചെയ്തു, ആ ക്രിയേറ്റിവിറ്റി പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളർന്ന് ഇന്ന് ആഗോളതലത്തിലുള്ള ഒരു പ്രതിഭാസമായിട്ട് മാറാൻ കഴിഞ്ഞത്. അപ്പോൾ സാറേ, ഫ്രഷ് വീൽസിനൊപ്പം ഈ ഫാമിലി മാറ്റേഴ്സുമായിട്ട് വന്നതിന് പ്രത്യേകം നന്ദി. അടുത്തൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. വളരെ സന്തോഷം.
ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം കുടുംബജീവിതം പൂർവാധികം ശക്തി പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, സമ്പൂർണ്ണമായിട്ടുള്ള ഒരു 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 ജീവിത വിജയം ആശംസിക്കുന്നു. എല്ലാവർക്കും ജീവിത വിജയം ആശംസിക്കുന്നു. ഇത് എല്ലാവരും കഷായം കഴിക്കുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ ഇത് സേവിക്കുക.